എല്ലാവർക്കും ഡ്രാമ റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു തായ് ഡ്രാമയുടെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഇവൻ സ്റ്റേജിൽ ആൾക്കാരുടെ മുമ്പിൽ പെർഫോം ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുന്ന സമയത്ത് ഇവന് പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടാവുകയും അവന് പാനിക് അറ്റാക്ക് പോലെ വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് തന്നെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ വച്ച് അവൻ്റെ ബ്രീത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ഒരുപാട് ശ്രമിക്കുകയാണ്. ആ സമയത്ത് അവൻ്റെ ബോയ് ഫ്രണ്ട് അവൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് അവൻ്റെ അടുത്തേക്ക് വരാണ്. കാരണം അവൻ്റെ ബോയ് ഫ്രണ്ടിന് അവൻ്റെ കണ്ടീഷനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് പാനിക് ആവുകയോ സ്ട്രെസ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ തന്നെ ആ സിറ്റുവേഷൻ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു. അവൻ്റെ ബോയ് ഫ്രണ്ട് അവൻ്റെ അടുത്ത് പോയിട്ട് അവന് കുടിക്കാൻ വെള്ളം കൊടുക്കുകയും അവൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്യുകയും കാമാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവൻ്റെ ബോയ് ഫ്രണ്ടാണെങ്കിൽ അവൻ്റെ കാത് ഇറുക്കി അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അവന് പുറത്തുള്ള ശബ്ദങ്ങളൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിലൂടെ അവൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരുവിധം അവൻ്റെ ബ്രീത്തൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്ത് വരുന്നുണ്ട്. അവൻ്റെ സിറ്റുവേഷനെ കുറിച്ച് ഇവൻ്റെ ബോയ് ഫ്രണ്ട് നല്ല അവെയർ ആയിരുന്നത് കൊണ്ട് തന്നെ അവനൊട്ടും പാനിക്കാവാതെ അവൻ്റെ ഈ കണ്ടീഷൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വേഴ്സ്റ്റ് ടൈമിൽ നമ്മളെ കൂടെ ഇതുപോലെ ഒരാളുണ്ടാവുന്നത് എപ്പോഴും നമുക്ക് നല്ലതാണ്. ആ സമയത്ത് നമ്മുടെ ഈ സ്ട്രെസ്സും പാനിക് അറ്റാക്കും ആങ്സൈറ്റിയും ഒക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒറ്റയ്ക്കാവുമ്പോഴാണ് നമ്മൾ എപ്പോഴും കൂടുതൽ വീക്കാവുന്നതും നമ്മുടെ മെൻ്റൽ ഹെൽത്ത് വേഴ്സ്റ്റ് ആവുന്നതും ഒക്കെ അപ്പോഴായിരിക്കും. ഇതുപോലെ ഒരാൾ ആ സമയത്ത് കൂടെ ഉണ്ടാകുമ്പോൾ നമുക്കെല്ലാം നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരു കപ്പിൾസ് പരസ്പരം എത്രത്തോളം സപ്പോർട്ടീവ് ആയിരിക്കണമെന്ന് നമുക്ക് ഈ ഒരു സീന് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അവർ അത്രയും നന്നായിട്ട് തന്നെ ഈ സീനൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഡ്രാമയിൽ ഈ ക്യാരക്ടർ പ്ലേ ചെയ്തിരുന്നവരായാലും നല്ല രീതിയിൽ തന്നെ അവരെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ ഒരൊറ്റ സീൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് ബാക്കിയുള്ള സീൻ കാണാനും മോട്ടിവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. താങ്ക് യു.